നമസ്കാരം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പിടിയിലായ ഗോവിന്ദച്ചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലാണ് വിയ്യൂരിലേത്. ഇവിടെ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെൽ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളുമുണ്ട്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്ന പ്രത്യേകതയുണ്ട്. ഭക്ഷണം എത്തിച്ചു നൽകും. അതിനാൽ തന്നെ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാനോ സ്വാതന്ത്ര്യം ഇതിനുവേണ്ടിയെങ്കിലും ഉപയോഗിക്കാനോ സാധിക്കില്ല. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലുണ്ട്. ഇതിന് മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുണ്ട്. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറും. ഇതിൽ 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളായ പോലീസുകാരുണ്ട്. ഭീകരവാദികളടക്കം കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ കെട്ടിടമാണ് വിയ്യൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് നിർമ്മിച്ചത്. വിയ്യൂർ സെൻട്രൽ ജയിൽ കോമ്പൗണ്ടിലെ 9 ഏക്കറിലാണ് അതിസുരക്ഷാ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 600ഓളം തടവുകാരെ പാർപ്പിക്കാവുന്ന ജയിലിന്റെ നിർമ്മാണം 2016 ആരംഭിച്ചിരുന്നെങ്കിലും നീണ്ടുപോവുകയായിരുന്നു. സ്കാനറിലൂടെ കടന്ന് വിരൽ പഞ്ചിങ് നടത്തിയാണ് തടവുകാരെ ജയിലിനകത്ത് പ്രവേശിപ്പിക്കുക. മറ്റു ജയിലുകളിൽ നിന്ന് വിഭിന്നമായി ഓരോ മുറികളായാണ് തടവറ സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലും നിരീക്ഷണ ക്യാമറകളുണ്ട്. അതിസുരക്ഷാ ജയിലിൽ തടവുകാർക്ക് തമ്മിൽ കാണാനാവില്ല. സന്ദർശകർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കാണാൻ അവസരമൊരുക്കുക. 3 നില കെട്ടിടമാണ് ഇവിടെയുള്ളത്. നേരത്തെ കൊടിസുനി അടക്കം വിയ്യൂരിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജയിലിൽ കലാപമടക്കം നടത്തിയിരുന്നു കൊടിസുനി. അതേസമയം കണ്ണൂർ ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ജയിലിനകത്ത് ഇലക്ട്രിക് ഫെൻസിംഗും CCTVകളും പ്രവർത്തനക്ഷമമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന തുടരുകയാണ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ച അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിലുണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട്. ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമിയാണ് ചാടിയതെന്നറിഞ്ഞത്. ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധന നടത്താതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. എന്നാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി പിടിയിലായ ഗോവിന്ദച്ചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലാണ് വിയ്യൂരിലേത്. ഇവിടെ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. കേരളത്തിലെ കൊടിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികളാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളുമുണ്ട്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ ഇവർക്ക് അനുവാദമില്ല. ഇവരൊക്കെ ഭക്ഷണം സെല്ലുകളിൽ എത്തിക്കും അവിടെ നിന്ന് കഴിക്കുക എന്നത് മാത്രമാണ്. സന്ദർശകർ ഉണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ മാത്രമാണ് സന്ദർശകരെ കാണാൻ സാധിക്കുക. മാത്രമല്ല ഓരോ കുറ്റവാളികളെയും തമ്പ് ഇംപ്രഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ ഈ രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് വിയ്യൂർ ജയിലിലുള്ളത്.